വീഴതാ വീട് വണ്ടിന്റെ മുഖത്ത് ഏയ് ഹലോ ഗേസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മൂരദാബാദിലാണ്. ഇവിടെ ഏകദേശം 8:30 സമയം. ഇവിടെ ഫോഗെല്ലാം കുറച്ച് കുറഞ്ഞിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഇന്നലെ വെച്ച സ്ഥലത്ത് ഭയങ്കര മഞ്ഞായിരുന്നു. എന്നാലും തണുപ്പ് കുറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം നല്ലൊരു പെട്രോൾ പമ്പ്, എക്സ്പീൻ്റെ പെട്രോൾ പമ്പിലാണ്. നല്ലൊരു മനുഷ്യനായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ ഇത് നിർത്താൻ വിടൂലെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ എന്താ പറയുക, നല്ലൊരു മനുഷ്യനായിരുന്നു. ആടെ വെച്ച വണ്ടി നമ്മൾ ഇവിടെ എത്തിപ്പിച്ച് ഇവിടെ തോക്ക് ഇതെല്ലാം പിടിച്ചിട്ട് സെക്യൂരിറ്റി എല്ലാം ഉണ്ടായിരുന്നു. ബാത്റൂം ഇവിടെ ഉണ്ട്, അടിപൊളി ബാത്റൂം. നമ്മൾ ഫ്രഷായി പാത്രങ്ങളെല്ലാം കഴുകി വെള്ളം നിറച്ച് എല്ലാം സെറ്റപ്പായി. ഇവിടുന്ന് നമ്മൾ നേരെ കാശ്മീർ എവിടത്തേക്കോ ഹരിദ്വാറിലേക്ക് വെച്ചിട്ടുള്ളത്. ഹരിദ്വാറിലല്ല, മറ്റേ ഇവിടത്തേക്ക് പത്താംകോട്ടിലേക്കാണ് നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത്. ഞാൻ അറിയില്ല. പത്താംകോട്ടിലേക്ക് ലൊക്കേഷൻ വെച്ചിട്ടുള്ളത്. നമ്മൾ നേരെ ആ റോഡ് അങ്ങ് പിടിക്കുന്നു. വഴിയിലുള്ള കാഴ്ചകളെല്ലാം നേരെ കണ്ടിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചായ വെക്കുന്നു. ഇവിടെ അടിപൊളി നെൽപ്പാടമുണ്ട്, കരിമ്പും ഉണ്ട്, നെല്ലും ഉണ്ട്, എല്ലാം ഉണ്ട്. തണുപ്പുണ്ട്. ഇവിടുന്ന് ചായ വെച്ചിട്ട് നേരെ വിടേണ്ട പരിപാടിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ചായ ഡാർജിലിംഗ് ടീ. അത് എന്താവുന്ന് കുടിച്ചു നോക്കിയിട്ട് അറിയാം. ഫുള്ള് എന്താന്ന് ഇലയാ കാണുന്നത്. ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലാന്ന് തോന്നുന്നു. ഈ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇത് കണ്ട, ഇത് ഇലയാണ്. ഇത് ഒറിജിനൽ സാധനമാണ്. നമ്മുടെ നാട്ടിലെത്തുന്നതെന്ന് പറഞ്ഞാൽ അത്രക്കും ലോക്കൽ സാധനമാണ്. എല്ലാം ഗൾഫിലേക്ക് ഈ ചായയുടെ ടേസ്റ്റ് ഞാൻ ചെയ്തിട്ട് പറയാട്ടാ. ആയിക്കോട്ടെ. എല്ലാം ഗൾഫിലേക്ക് കയറ്റി അയച്ചിട്ട് ലോക്കൽ സാധനമാണ് നമ്മുടെ നാട്ടിലെത്തുന്നത്. എന്തായാലും ഡാർജിലിംഗ് ടീ എങ്ങനെ ഉണ്ട് നോക്കട്ടെ ചായ ഉണ്ടാക്കിയിട്ട്. ഇത് കഷായാക്കിയ മാതിരി ഉണ്ടല്ലോ. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കോടാ. അത് നോക്കണ്ട, കാണുമ്പോ എന്താണ് രസമില്ലാത്തതാണ്, കുടിക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാവുക. അതറിയാ. എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഏതാണ് ഡാർജിലിംഗില് ഇതൊരു ചായന്റെ ഒരു ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ കുടിച്ചു നോക്കിയാ. കൊള്ളാം കൊള്ളാം, അടിപൊളിയാ കൊള്ളാം. സത്യം പറയുന്ന നീ കുടിച്ചിട്ട് അല്ല കുടിച്ചിട്ട് സത്യത്തിൽ അഭിപ്രായം അല്ല. എന്നാ സത്യം പറയൂ. ആയിക്കോട്ടെ. അടിപൊളിയല്ലേ? ഇളക്കീന മധുരളക്കീന? ഇല്ല മധുരളക്ക്. അല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുടിച്ചു നോക്കീനെ. പുകയിലൊന്നല്ല, ഇതാണ് ചപ്പ്. ഇത് ചപ്പ്, ടീന്റെ ചപ്പ്. ചായ മതി കേട്ടാ, മറ്റേ ചായ മതി കേട്ടാ. നോക്ക് എങ്ങനെയുണ്ട്. എന്ത് മണം നോക്കണ്ട, കുടിച്ചോക്ക്. അടിപൊളിയല്ലേ? അടിപൊളിയാ. എന്തായാലും കൊള്ളാം. ഞാൻ ആ വ്യക്തിനോട് ചോദിച്ചു അങ്ങോട്ട് പോന്ന വഴിക്കൊന്നും കാണാനുണ്ടോന്ന്. അയാൾ പറഞ്ഞു പോന്ന വഴിക്കേനി നിങ്ങൾക്ക് കരിമ്പും തോട്ടം ഫുള്ള് കാണാം. കരിമ്പും തോട്ടം കൃഷി മാത്രമേ ഉള്ളൂ പോലും ഈ റോഡിന്. എന്തായാലും കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിലോട്ട് എത്തിച്ചേരാം. പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് റോഡ് മേലെ കാണാനുള്ളത് ഇതാ ഇതേപോലത്തെ ഇവര് രാത്രി ആവുമ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് ചാണകം ഇങ്ങനെ കട്ടയാക്കി വെച്ചിന്, നല്ല ഉണക്കി വെച്ചിന്. അതെടുത്ത് കത്തിക്കും രാത്രി തണുപ്പിന്. ശീതം കായാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും കൊള്ളാം, നോക്കാം. ഗ്രാമത്തിലിറങ്ങിയ ഗ്രാമക്കാഴ്ചകൾ കാണാം.
സ്ഥലത്തിൻ്റെ പേര് നൂർപൂർ എന്നാണ്. സ്ഥലത്തിൻ്റെ പേര് കണ്ടുപിടിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ബോർഡിൽ പോലും ഇംഗ്ലീഷിൽ ഇവർ പേരെഴുതി വെക്കുന്നില്ല, എല്ലാം ഹിന്ദിയിൽ. നമ്മൾ പിന്നെ ഹിന്ദി പഠിക്കാത്തതുകൊണ്ട് ഹിന്ദി ടീച്ചർ വരുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടും. പാവം ടീച്ചറായിരുന്നു, അതുകൊണ്ട് ഹിന്ദിയും പഠിച്ചിട്ടില്ല വായിക്കാൻ. അതുകൊണ്ട് ഇത് അറിയുന്നുമില്ല. ആ കുട്ടി എന്തോ പറയുന്നു. വലത്തോട്ട് തിരിക്കുക, 300 മീറ്റർ കഴിഞ്ഞിട്ട് ആവാം. ഇപ്പം തിരിയണ്ട, 300 മീറ്റർ കഴിഞ്ഞ് തിരിഞ്ഞാൽ മതി. ചെറിയ ചെറിയ ഗ്രാമങ്ങളും അതിലിടക്ക് ചെറിയ ചെറിയ ടൗണുകളും. എന്തായാലും കൊള്ളാം. മുമ്പിൽ പോകുന്നത് ഒരു സ്റ്റേറ്റ് ബസ്സോ ഇവിടുത്തെ ബസ്സോ ഒന്നും അറിയുന്നില്ല. നോക്കി അതിലൊരു ഇംഗ്ലീഷിലൊരു പേര് പോലും ഇല്ല, എവിടത്തേക്കാ പോകുന്നതെന്നൊന്നും. നമ്മുടെ നാട്ടിലിപ്പോ മറ്റേ ഹിന്ദിക്കാരും ആന്ധ്രക്കാരും എല്ലാരും വന്നിട്ട് റൈറ്റ് അവരെ ഭാഷയിൽ പോലും എഴുതി കൊടുത്തിന്, തമിഴിലും ഹിന്ദിയിലും എല്ലാം ഇന്ന ബസ് ഉണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ് ബസ് തന്നെ തോന്നുന്നു, ഒരേ പെയിന്റ് അടിച്ചിട്ട് കാണുന്നുണ്ട്. എന്തായാലും ചെറിയ ടൗണ്, എന്തായാലും കൊള്ളാം. അവിടെ എന്തോ മരം വലിച്ചിടുന്നുണ്ട്. കയറിയിട്ടിട്ട് മരം വലിക്കല. എല്ലാം ബ്ലോക്ക് ആക്കിയിട്ട് കയറിയിട്ടിട്ട് മരം വലിച്ചിട്ടാണ് ആൾക്കാർ. എന്താ പരിപാടി? വീട് എല്ലാരും പോകുന്നുണ്ട്. ഞാനും ഓടട്ടെ. ഈ റോഡ് സൈഡിൽ അത്രക്കും ഭംഗി കൊടുക്കുന്ന അടിപൊളി മരങ്ങളാണ് അവർ മുറിച്ചുകൊണ്ട് പോകുന്നത്. എന്തിനാണെന്നറിയില്ല, എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അത് കുതിര മാറി പോത്തായി. പോത്തിനെ കൊണ്ട് ഇങ്ങനെ ഉപകാരം ഉണ്ടെന്ന് നമ്മളെ നാട്ടുകാർക്കാർക്കും അറിയില്ലല്ലോ. നമ്മളെ അറക്കാൻ മാത്രം പോത്തിനെ കൊണ്ട് പോകുന്നത്. ഇവിടെ പോത്തിനെ കൊണ്ട് അവര് കാളവണ്ടി ഉപയോഗിക്കുന്ന അതേ സംഭവം ചെയ്യുന്നേ. സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, കെട്ടിയെ വലിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പുല്ല്, പിന്നെ കരിമ്പ് എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേട്ടോ പോത്തിന. എന്തായാലും കൊള്ളാം. എൻ്റെ ഉപ്പാനോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, കണ്ടില്ലേ പോത്തിന പെരുന്നാളിന് അറക്കാൻ കൊണ്ടുവരുമ്പോ 3 മാസം വെറുതെ തീറ്റ കൊടുക്കുന്നില്ലേ? നോക്ക് ഇതാ കരിമ്പാ ചുവന്ന് കൊണ്ടുവരുന്ന പോത്ത്. പോത്തിന കാട്ടിക്കൊണ്ടുപോയിട്ടാവോ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടെന്ന് കണ്ടറിഞ്ഞോ? എന്തായാലും അടുത്ത പെരുന്നാളിന് കൊണ്ടുവരുന്ന സമയത്ത് അടിപൊളി പോത്തിനെ വാങ്ങിച്ചിട്ട് ഒരു 3-4 മാസമേ കൊണ്ടുവരാം. എന്നാലും പോത്ത് വലുതാവും ചെയ്യൂ. അതൊക്കെ നോക്കടാ, എത്ര വലിയ കിലോ കണക്കിലുള്ള സാധനം കെട്ടിയളിച്ച് കൊണ്ടിരുന്നത്. നമ്മൾ വെറുതെ ഫുഡ് കൊടുത്ത് ഇനി അടുത്ത പെരുന്നാൾക്ക് ഇങ്ങനെ ചെയ്യാം നമുക്ക്. ഓക്കെ, ഞാൻ ആ റോഡിലോട്ട് പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ഇവിടെ കുറേ ആൾക്കാരെ കണ്ടേരം വന്നതാണേ. നോക്കുമ്പോൾ ഇവിടെ വലിയൊരു നദിയുണ്ട്, നദിയെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പൊക്കെ ഞാൻ ഒരാളുടെ ചങ്ങായിനോട് ചോദിച്ചാലും പറഞ്ഞു ഇത് ഗംഗാ നദിയാണ്. ഓഹോ, നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് ഗംഗാ നദീനെ കുറിച്ച്. ഞാനും ബിജു അങ്ങനെ ഗംഗാ നദിയിലൊക്കെ ബിജു നീന്തറിയോ?
ആ ധോനിയാ ആ ബിജു ഞാനും കൂടി ഗംഗാ നദിയിലൂടെ ഒരു സവാരി. എന്താ പൊന്നു, അനക്കൊന്നും എന്താണെന്ന് അറിയില്ല. എന്തായാലും ഗംഗാ നദിയിൽ മുങ്ങുന്നതിന് ഒരു പ്രത്യേക സുഖം റാവിജോ. ഞാൻ തന്നെ പേടിക്കുന്നത് കുടിച്ചതിന് വേറെ ആളെയും കൂടി രണ്ടാളെയും കൂടി കൂട്ടുന്നുണ്ട്. മിക്കവാറും മുക്കിയിട്ടേ ഇതടങ്ങും. എല്ലാരും ആ മൂലക്ക് പോയി എന്നിട്ട് ബിജു പുഴയെടുത്ത് കൊടുക്കുന്നുണ്ട്. മിക്കവാറും എല്ലാരും മൂലക്ക് പോയി ഇതാ മിക്കവാറും മുങ്ങിത്താണും. അവിടെ എല്ലാം പലകിയിട്ടിട്ട് ഡാമാന്ന് തോന്നുന്നു ഇത്. അതുകൊണ്ടാണ് ഇപ്പുറം വെള്ളം കുറവ് എന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പുറം ഭയങ്കര വെള്ളം കുറവാണ്. നടുക്ക് നോക്കിയാൽ പുഴിയെല്ലാം പൊങ്ങി കിടക്കുന്നുണ്ട്. അവിടെ അതിന് മുകളിൽ റോഡും ഉണ്ട്. എന്തായാലും കൊള്ളാം. വലിയൊരു നദിയാണ് കേട്ടോ. അങ്ങത്തോളം ഇതിൻ്റെ ഇതുണ്ട്, കരയുണ്ട്. ഈ ഷട്ടറിൻ്റെ എണ്ണ അവിടെ എഴുതിയിട്ടുണ്ട്. 1 മുതൽ 28 ഷട്ടറാണെന്നുള്ളത്. ആ വണ്ടി തിരിക്കുന്നുണ്ട്. ഒരു ഫോട്ടോ എടുക്കട്ടെ. റഷീദ് അങ്ങനെ തോണി തൊഴുകയാണ് സുഹൃത്തുക്കളെ. ഇത് മിക്കവാറും 2 സൈഡിൽ ഏതെങ്കിലും സൈഡിൽ മറിച്ചിടാൻ സാധ്യതയുണ്ട്. ഇത് മിക്കവാറും ഗംഗാനദിയിൽ സ്നാനം ഉറപ്പാണ്. സൂപ്പർ. അങ്ങനെ ഗംഗാ നദിന്ന് നമ്മൾ തോണിയാത്രയെല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങി. നേരെ നമ്മൾ ഹൈവേ കയറി പിടിയാന്ന്. എന്തായാലും കൊള്ളാം. ഫുള്ള് മാവിൻ്റെ തോട്ടാണ് ഇവിടെ മൊത്തം. ഇവിടെ കാണുന്നില്ലേ, ചാണകവും പുല്ലും മിക്സ് ആക്കിയിട്ടാ ഫുള്ള് ഇതാക്കിയിട്ട് ഫുള്ള് 2 സൈഡിലും. ये क्या बनाते हैं? गुस्से? ये हाथ लगाएगा क्या करने के लिए ये बनाते हैं? नहीं बाद में क्या करेगा ये बाद में बस ये सुखा खाना ही बनेगा इसमें. खाना वो खाना बनाने के अंदर चूल्हा में डालेगा. आप कहाँ से आए हुए? मैं केरला. हाँ नहीं ये पूरे जगह में देखा है मैं. पूरा आने का टाइम ऐसा देखा. इंग्लिश साइड भी गुस्सा है और इंग्लिश साइड भी वही हाल है. फोटो कहाँ चला? फोटो कहाँ चला? हाँ मैं फोटो कैसे बना ले. अच्छा है. सुखाने ना. अच्छा है. खाना बनाएगा, चावल बनाएगा, पूरा सब कुछ बनाएगा. इसमें बनाएगा. खाना बनाएगा, पूरी बना लो, हलवा कचौरी बना लो, कुछ ही बना लो. चूल्हे में बनाएगा या? ये आदमी लोग खरीद करेगा बाद में. ये आदमी लोग खरीद करता है. दूसरा आदमी कितना पैसा है? एक कितना है? 1 रुपए. 1 रुपए एक. 100 के 100 के 100. 1 रुपया. ഓക്കെ സഹി ജായക. ഇത് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടാ. ഇത് അവർ ഉണ്ടാക്കിയിട്ട് വിൽക്കും പോലും. ചാണകവും പുല്ലുമാണ് മിക്സ് ആക്കിയിട്ട് അവർ ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കത്തിക്കാൻ വേണ്ടി ഇതാ ഉപയോഗിക്കുന്നത് വിറകിന് പകരം. 1 റുപ്യ 100 പീസിന് 100 റുപ്യ. എന്തായാലും കൊള്ളാം. ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒള്ളേ നമ്മളങ്ങനെ ഫുഡ് ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് കുറച്ച് ടയേർഡ് ചെയ്യാൻ വീട്ടിലും ഭയങ്കര മസിൽ വേദന എടുക്കുന്നുണ്ട്. ടയേർഡാണ്. നമ്മളൊരു സ്ഥലത്തിരുന്ന് ഫുഡ് ഇടുന്ന തീരുമാനിച്ചിട്ട് നമ്മളിന്ന് കഴിക്കുന്നത് ബീഫും ഇതും റൊട്ടിയും. നമ്മൾ കഴിക്കുന്നത് നീ റൊട്ടി മാത്രം കഴിച്ചോ, നോ പ്രോബ്ലം. അടിപൊളി കട്ടില. ഇതാ ഇവിടുത്തെ പ്രത്യേക തരം
कटिला इधर ये कौन बनाता है आप लोग बनाते हैं जी घर में बनाते हैं हाँ अच्छा है ഇത് ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അടിപൊളി കട്ടിലാണ് കभी भी खराब नहीं आएगा എന്തായാലും കൊള്ളാം ഓ ഉദർ ബനാത്തെ ആ ഓക്കെ ഓക്കെ റൊട്ടി ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് ആ അഭി ബനായേഗ ഓക്കെ ബനാവോ 2-3 बनाओ आपका घर भी इधर है घर भी अंदर है हाँ ഇവരെ വീട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവർക്ക് വലിയ ആഡംബരങ്ങളൊന്നുമില്ല ചെറിയ വീടും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹോട്ടലും പുറത്ത് എന്തായാലും കൊള്ളാം ഇതാണ് നമ്മളെ ഫുഡ് ഇപ്പോൾ ഇവിടെ എത്തും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതിൻ്റെ അവിടെ കഴിക്കാൻ പോകുന്നത് അല്ലേ അതെ 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 ഒരു പ്രത്യേകതരം ഇതാണ് ഈ ഹോട്ടലിൽ ഇങ്ങനെയാണെന്ന് ഇരിക്കല് പൂര ഹോട്ടൽ മൈസായ ആ എല്ലാ ഹോട്ടലിലും ഇതേപോലെ ഇങ്ങനെയാണെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുക വല്ല കസാര ടേബിളൊന്നും ഉണ്ടാവില്ല ഇതിനോടുകൂടി കിടക്കുകയും ചെയ്യാട്ടാ ഫുഡ് കഴിച്ചിട്ടാൻ വീടാ നല്ലോണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാം അതിന് വൈകുന്നേരം അടിച്ചു പോകാം എന്തായാലും കൊള്ളാം ഇവരെ മെയിൻ ഇത് ട്രാക്ടറാണ് ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് ഫുള്ളെല്ലാം വെച്ചിട്ട് കുട്ടികളുണ്ട് കേട്ടോ അവിടെ ഇവരെ വീട് തന്നെയല്ലേ ആ ഒരു വീട് അതിൻ്റെ ആദ്യമായിട്ട് യു പിയിൽ വന്നിട്ട് ബീഫ് കഴിക്കാവുന്നു ബിജു പറയുന്നത് ഞാൻ ബീഫ് കഴിക്കൂല അല്ല ആ വീട്ടിൽ നിന്ന് അന്ന് ഞാൻ കൊണ്ടു തന്നിട്ട് കഴിച്ചതോ ആ എന്തായാലും അല്ല ലൈസൻസ് ഉണ്ട് കേട്ടോ ഇവർക്ക് ബീഫ് ഇതാക്കണമെങ്കിൽ ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉള്ളവർക്ക് പ്രശ്നമില്ല എന്തായാലും കൊള്ളാം അങ്ങനെ നമ്മളെ റൊട്ടിയും ഉച്ചക്ക് ആദ്യമായിട്ട് റൊട്ടിയും ബീഫ് കറിയും പൊളി ഐറ്റമാണേ എന്തായാലും കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് എണ്ണ കൂടുതലുണ്ട് എന്നാലും മോശമില്ല നമ്മളേതായാലും കഴിക്കട്ടെ എന്തായാലും നമ്മൾ കിത്ന റൊട്ടി ഇതാ ആ 8 റൊട്ടി നമ്മൾ രണ്ടാളും കൂടി കഴിച്ചു അതാ വരുത്തരാതെ കഴിച്ചതാണ് വയ്ക്കുന്നത് അടിപൊളി നമ്മളെ കേരള സ്റ്റൈൽ തന്നെ കേരളത്തിൻ്റെ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കുറേ 8 റൊട്ടി നമ്മൾ കഴിച്ചത് എന്തായാലും കൊള്ളാം അഫ്കനാ ഷതാബ് ആ ഷതാബ് ഭായിൻ്റെ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് എന്തായാലും കൊള്ളാം എണീക്കാൻ പറ്റുന്നില്ല എന്തായാലും ഫുഡ് എങ്ങനെയുണ്ട് ബിജു ഫുഡ് അടിപൊളി ഫുഡാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യം നീ പണിയിരുന്ന് ഇന്നലെ എന്നൊരു ശേഷം മറന്നു പോകുന്നത് സത്യത്തിൽ ATM ഭയങ്കര പ്രശ്നമാണ് അവൻ ബൈക്ക് എടുത്തിട്ടുണ്ട് ബൈക്ക് എടുത്തിട്ട് അവിടെ ATM പോയിട്ട് പൈസ അവർ ഞാൻ എടുക്കണം ഓ ഗൈസ് എന്ത് കഷ്ടറിയാം 2 പ്രാവശ്യം ഇതേപോലെ പറ്റിക്കുന്നത് ഇന്നലെ അവിടെ ഒരു പമ്പിലാക്കി പണയത്ത് വെച്ച് ഇന്ന് ഈ ഹോട്ടലിൽ പണയത്ത് വെക്കുമെന്ന് എന്ത് ചെയ്യാനാ എൻ്റെ പൊന്നെ നമുക്കിട്ടൊരു പണി അത് നടക്കുവോ വേഗം വരണേ അതിലൂടെ കേരളത്തിലേ പോയേക്കറ് ബൈക്കോട്ടെന്ന് അറിയാ ഞാൻ പോയാ മതിയാ ആ പൊന്നെ അങ്ങനെ ഫുഡ് ഭയങ്കര സംഭവമായിരുന്നു പക്ഷെ നല്ലൊരു മനുഷ്യന്റെ അടുത്താണല്ലേ ഫുഡ് കഴിക്കാൻ കയറിയത് നമ്മളതും തോന്നി അത്രേ പറയാനുള്ളൂ തോന്നി സത്യത്തിൽ ഇന്നലെ രാത്രി പൈസ ഉണ്ടായിട്ടില്ല പെട്രോൾ പമ്പിൽ കയറിയ ബിജുവിനെ പിടിച്ചു വെച്ച് അങ്ങനെ അടുത്തെന്തോ ഭാഗ്യത്തിന് പൈസ ഉണ്ടായി പെട്രോൾ പമ്പില് പൈസ കൊടുത്തു പിന്നെ ഞാന് രാവിലെ വരുമ്പോ ATM പൈസ എടുക്കാന്ന് വിചാരിച്ചിട്ട് ATM കയറി നോക്കുമ്പോക്ക് ATM ഓൺ ആയിട്ടില്ല 10 മണിക്ക് ശേഷം ATM ഓപ്പൺ ആക്കും
അന്നേരം ATM കയറി പൈസ കിട്ടിയില്ല. പിന്നെ എനിക്ക് മൈൻഡ് പോയി. ഓടി ഇങ്ങനത്തെ ഒരു വിശക്കുന്ന സമയത്ത് ബിജുനോട് പറഞ്ഞ ഏതെങ്കിലും കട കണ്ടാ സൈഡാക്കുക. നമ്മൾ ധാരണ പൈസ ഉണ്ട് എന്നല്ലേ വണ്ടിയിലെ. അടിപൊളി വെച്ച് മാറി സൈഡിലോട്ട് പോയൊരു പെണ്ണുങ്ങൾക്ക് ആ പീടിയക്കാരുടെ പൈസ മേടിച്ചു കൊടുത്ത് അത് നല്ലായിരുന്നു. അവിടെ സൈഡിലോട്ട് യാചിക്കാൻ ഒരു പെണ്ണുങ്ങൾ വന്നു. എൻ്റെ അടുത്ത് ചില്ലറയില്ലായിട്ട് ഞാൻ പീടിയക്കാരനോട് പറഞ്ഞു ഞാൻ പൈസ തരാം, നിങ്ങൾ കൊടുക്കുന്നത് 20 റുപ്യ. വിജു പറഞ്ഞു 10 റുപ്യ എങ്ങനെ കൊടുക്കുക, 20 റുപ്യ കൊടുക്കുക. 20 റുപ്യ കൊടുത്ത് അറിയില്ലോ എല്ലാം കൂടി ബീഫും മറ്റേ ചപ്പാത്തി 8 എണ്ണം കഴിച്ചു. 120 റുപ്യ ആയില്ല കേട്ടോ. 120 റുപ്യ ആയിട്ടില്ല. പിന്നെ 20 റുപ്യ അയാൾക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ എല്ലാം കൂടി ആള് മനുഷ്യൻ നമുക്കൊരു ബൈക്ക് തന്ന് അപ്പുറത്തെ ഇവിടെ പോകാന്ന് പറഞ്ഞ്. അവിടെയും പഞ്ചാബ് ബാങ്കില് പൈസ ഇല്ല. എല്ലാം കൂടി ഞാൻ അയാളെ അക്കൗണ്ട് നമ്പർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അയാളോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഓൺലൈൻ ബാങ്കിങ് ഉണ്ടായിരുന്നു, ഫെഡറൽ ബാങ്കിന്റെ, ഇതൊന്ന് ട്രാൻസ്ഫർ ആക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. എന്തായാലും നമുക്ക് പിന്നെ അയച്ചു കൊടുക്കാം അയാൾക്ക് കൂടുതൽ പൈസ. മിക്കവാറും ഇങ്ങനെ കുറെ പണയം വെക്കേണ്ടി വരും. അത് നമ്മളെന്തോ ഭാഗ്യത്തിന് ഇങ്ങനത്തെ ആൾക്കാരെടുത്താകുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇന്നലത്തെ രാത്രിയത്തെ പമ്പുകാരനും ഒരു അത്യാവശ്യം നല്ല ഒരുത്തനായിരുന്നു. എന്തായാലും കൊള്ളാം. ഇന്നത്തെ ദിവസം മൊത്തം പോക്കാണ്. ഇന്ന് ഇവന്റെ മോന്ത തന്നെയാണോ ഞാൻ കണ്ടിട്ട് എണീച്ചത്. ഇവിടെ ടോൾ ഗേറ്റിന് വീണ്ടും പിടിച്ചു. കാരണം പൈസ വേണമെന്നില്ലായിരുന്നു. ATM കാർഡ് ഇവിടെ നടക്കൂല, ഫാസ്ടാഗ് നടക്കൂല. ഇത് യു പി ഗവൺമെന്റിന്റെ ടോൾ ഗേറ്റാണ്. പിന്നെ എന്താ കയ്യിൽ ക്യാഷും ഇല്ല. വേറെ വിഷയമുണ്ട്. അതിന് മുന്നേ എടുത്ത് ടോൾ ഗേറ്റിൽ നിന്ന് എടുത്ത് ഷീട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വിടും. ആ ഷീട്ട് പാടെ വീണ് അതാ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ആ ബിസ്ക്കറ്റ് അല്ല. ഇപ്പൊ നമ്മൾ വണ്ടീന്റെ നമ്പർ ആടെ കൊടുത്തിട്ടുണ്ട്. അവര് കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ വിടുന്നു പറഞ്ഞു. എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് ഇതെടുത്ത് ചാടിയതായത് ഈ സാധനം എടുത്ത് ചാടിയതല്ല, അത് തപ്പിയതല്ലേ. നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇനി ആളെ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തിട്ട് നമ്മളെ വണ്ടി അതിലൂടെ പാസ് ചെയ്തിട്ട് 135 റുപ്യ മുറിച്ചതാണെങ്കിൽ നമ്മളെ വിടും. അതിപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാം ഗേസ്. വണ്ടി ഇവിടെ ഇട്ടിട്ട് ഇതാ വെയിറ്റ് ചെയ്യുന്നു. ഇതാ സാ വണ്ടി എടുക്ക്. ആ പറഞ്ഞ് പോവാൻ പറഞ്ഞ് അവിടെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആയി. ചെക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞ് അവിടെ ഓക്കെ ആയിട്ടുണ്ട്. അവിടെ തുറന്നരാന്ന് പറഞ്ഞിട്ടുണ്ടവന് രക്ഷപ്പെട്ടു എന്ന് പറയാ. ഞാൻ ഈടിയും കൂടി പണയത്തിലാവുന്ന ഉറപ്പിച്ചു കേട്ടോ. സത്യം പറഞ്ഞാല് ഈടിയും കൂടി പണയത്തിലാവായിരുന്നു ആകെ പെട്ടിട്ടുള്ളത്. പക്ഷേ ഇവനയുടെ പണയത്തിൽ വെച്ച് നാട്ടിലേക്ക് കൂടാനുള്ള പരിപാടിയാ. ഇനി ഒരു രക്ഷയില്ല. നമുക്ക് ഗേറ്റ് ഓപ്പൺ ആക്കി തരാന്ന് പറഞ്ഞു. അവിടെ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്ത് തരാം. ഓക്കെ ആയി. അങ്ങനെ നമ്മൾ വലിയ VIP ആയി. നമുക്ക് പൈസ കൊടുക്കാണ്ട് തുറന്നരാനുള്ള സെറ്റപ്പായി. അല്ലേ? VIP ആയതല്ല, നമ്മളെ തെറ്റുകൊണ്ട് ആകെ പണി കിട്ടിയത്. ഓക്കെ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഓക്കെ ടോളിലും കുടുങ്ങി, ഹോട്ടലിലും കുടുങ്ങി, മൊത്തം കുടുങ്ങി. കേരള യൂട്യൂബിൽ വരും. പണി പോവെങ്കിൽ മാറിന്നോ. ഓക്കെ താങ്ക് യു. ഓക്കെ നല്ല ആൾക്കാരായിരുന്നു. എന്തായാലും ടോളില് നല്ല ആൾക്കാരായിരുന്നു. ഇത് ഈ ഉത്തർപ്രദേശിന്റെ ഇതാണ് റോഡാണ്. ഇത് നാഷണൽ ഹൈവേന്റെ ഇതല്ല. അന്നേരം അത് ഒരു ടോള് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തർപ്രദേശിൽ 400 കിലോമീറ്റർ ഓടാൻ പറ്റും. പക്ഷെ നമ്മളാകെ അത്ര 100 കിലോമീറ്റർ ഓടിയിട്ടില്ല. നമ്മളെ ടോളിന്റെ കടലാസ് ചീപ്പ് എടുത്ത് കയറി ചാടി. എന്തായാലും ഇനി അങ്ങോട്ടുള്ള സമയം നല്ലതാകട്ടെ എന്ന്
പ്രാർത്ഥിച്ചോണ്ട് വിനീതമായി പ്രാർത്ഥിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.